لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ ദുആയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾപ്പിക്കുവാനുള്ള അധ്യായം ബാബുൻ ഫി മസായില മിനദ് ദുആഇ, അതായത് ഫി മസായില മിനദ് ദുആഇ, ദുആവുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹദീസുകൾ. നമുക്ക് കേൾക്കുമ്പോൾ ഈ വിഷയത്തിലുള്ള ഹദീസുകളാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ദുആഇനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ, ധാരാളം ദുആകൾ കഴിഞ്ഞ അധ്യായങ്ങളിലൂടെയൊക്കെയായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് പൂർത്തിയാക്കി. അതിൻ്റെ ശേഷം ഒരാളുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ടുള്ള അധ്യായമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടത്. ദുആയുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങളാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒന്നാമത്തെ ഹദീസ് ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുമയിൽ എന്നുള്ളതാണ്. عن أسامة بن زيد رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من صنع إليه معروف فقال لفاعله جزاك الله خيرا فقد أبلغ في الثناء. رواه الترمذي وقال حديث حسن صحيح. ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു തആല അൻഹു, ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹുമ രണ്ടാളും സഹാബിമാരാണ്. നമുക്കറിയാം സയ്ദ് റളിയല്ലാഹു അൻഹു സയ്ദ് ബിൻ ഹാരിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വളർത്തുപുത്രനായിരുന്നു. വിശുദ്ധ ഖുർആനിലൊക്കെ പേരെടുത്തു പറഞ്ഞ ഏക സഹാബിയാണ് സയ്ദ് റളിയല്ലാഹു തആല അൻഹു. സൂറത്തുൽ അഹ്സാബിൽ ഫലമ്മാ ഖദാ മിൻഹാ സയ്ദുൻ സവ്വജനാകഹാ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത ആ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിൽ സയ്ദ് എന്ന പ്രയോഗം, സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ പേരെടുത്തു പറഞ്ഞിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഇതുപോലെ ഒരൊറ്റ സഹാബിയുടെയും പേര് ഖുർആനിൽ വന്നിട്ടില്ല. ആ മഹാഭാഗ്യം സയ്ദ് റളിയല്ലാഹു അൻഹുവിനാണ് ലഭിച്ചത്. ആ സയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് വളരെ ചെറുപ്പം പ്രായക്കാരനായിരുന്നു ഉസാമ. എന്നിട്ടും വളരെയേറെ നേതൃപാടവവും സമരപാടവവും ഒരു സേനാധിപനായി നിശ്ചയിക്കുവാൻ തക്ക യോഗ്യതയുമൊക്കെ
ആ 20-ൽ താഴെ പ്രായമുള്ള ഉസാമ എന്ന മോനിൽ സമ്മേളിച്ചിരുന്നു. അത്രയും മഹത്വമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പല കാര്യങ്ങളും റെക്കമെൻഡ് പറയാനൊക്കെ പലരും ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ഗോത്രക്കാരിയെ അവരുടെ മോഷണക്കുറ്റം തെളിയിക്കപ്പെട്ടതിൻ്റെ ശേഷം അവരുടെ കൈമുറിക്കുവാനുള്ള വിധി പ്രഖ്യാപനമുണ്ടായപ്പോൾ ആ ഗോത്രത്തിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊന്ന് ശഫാഅത്ത് പറഞ്ഞ് ശിക്ഷ ഇളവ് വരുത്തുവാൻ വേണ്ടി അവർ സമീപിച്ചത് ഉസാമ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം പറഞ്ഞ അത് കേട്ടപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടുകൂടി ആ ശഫാഅത്തിനെ നിരാകരിക്കുകയും, എങ്ങനെ ധൈര്യം വന്നു, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തിയതെങ്കിൽ അവളുടെ പോലും കൈ ഞാൻ കൊത്തിമുറിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും പുത്രനായിരുന്നു ആര്? ഉസാമ റളിയല്ലാഹു തആല അൻഹു. ആ രണ്ട് സഹാബിമാരെയും ചെറിയ നിലക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ അവർ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, മൻ സുനിഅ ഇലൈഹി, ഏതെങ്കിലും ഒരാൾ അയാളിലേക്ക് ചെയ്തു കിട്ടി, മഅറൂഫുൻ, ഒരു നല്ല കാര്യം ആർക്കെങ്കിലും മറ്റൊരാളിൽ നിന്ന് ലഭ്യമായെങ്കിൽ, എന്നിട്ട് സുനിഅ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കപ്പെട്ടു എന്നാണ്, സ്വനഅ നിർമ്മിച്ചു, ഉണ്ടാക്കി. ഇവിടെ ഉദ്ദേശം എന്താണ്? മൻ, ഏതെങ്കിലും ഒരാൾ, സുനിഅ ഇലൈഹി, അയാളിലേക്ക് ഉണ്ടാക്കപ്പെട്ടു അഥവാ അയാൾക്ക് കിട്ടി എന്നർത്ഥം. മഅറൂഫുൻ, ഒരു നല്ല കാര്യം ഒരാൾക്ക് കിട്ടി. എന്നിട്ട് ഫഖാല, ആ കിട്ടിയ വ്യക്തി ലിഫാഇലിഹി, അത് തനിക്ക് ആ ഉപകാരം ചെയ്തു തന്ന ആളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ജസാക്കല്ലാഹു ഖൈറാ, അല്ലാഹു താങ്കൾക്ക് ഖൈറിനെ പ്രതിഫലം തരട്ടെ, അല്ലാഹു താങ്കൾക്ക് ഖൈറ് പ്രതിഫലം തരട്ടെ. ജസാ, പ്രതിഫലം നൽകി. ജസാക്ക, താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. അല്ലാഹു ഖൈറൻ, ധാരാളം നന്മ, ഖൈറ്, താങ്കൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് അയാൾ പറയുകയും ചെയ്താൽ, ഫഖദ് അബ്ലഗ, അയാൾ പൂർത്തിയാക്കി കഴിഞ്ഞു, ഫിസ്സനാഇ, പ്രശംസയിൽ, ആ വ്യക്തിക്ക് നൽകേണ്ടുന്ന പ്രശംസയിൽ അദ്ദേഹം സമ്പൂർണമായ കാര്യം നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. എന്താണ്? നമുക്കൊരാൾ, ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്, ആര് നമുക്കൊരു ഉപകാരം ചെയ്തു തന്നാലും നന്ദിയുള്ളവരാകണം എന്നത്. നമുക്കൊരാളിൽ നിന്ന് ചെറുതോ വലുതോ ആകട്ടെ ഒരു ഉപകാരം ലഭിച്ചാൽ, നമുക്കൊരാൾ ഒരു നന്മ ചെയ്തു തന്നാൽ, ആ വ്യക്തിയോട് നമ്മൾ അതിന് പകരമായി കൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം. അതിനുള്ള ഒരു വാചകമാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ട വാചകം. തനിക്ക് ഒരു ഉപകാരം ഒരാൾ ചെയ്തു തന്ന് ആ വ്യക്തിക്ക് വേണ്ടി എന്ത് ചെയ്യുക? ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു പ്രശംസയിൽ പൂർണ്ണമായ നിലക്കുള്ള ഉത്തരവാദിത്തം ഈ വ്യക്തി നിർവഹിച്ചിരിക്കുന്നു. അബ്ലഗ, അദ്ദേഹം എത്തിച്ചിരിക്കുന്നു. എന്തിനെ? ഫിസ്സനാഇ, ആ പ്രശംസയിൽ, പ്രശംസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുന്നു ഈ ദുആയിലൂടെ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
അപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പദമാണ് ജസാക്കല്ലാഹു ഖൈറ. പലപ്പോഴും ആളുകൾ ജസാക്കല്ലാ എന്ന് മാത്രം പറയും. അങ്ങനെ ചുരുക്കലല്ല അതിൻ്റെ മതബ്. ജസാക്കല്ലാ എന്ന് പറഞ്ഞാൽ ഖൈറാന്നും കൂടെ ചേർത്ത് പറയണം. അള്ളാഹു നിനക്ക് പ്രതിഫലം തരട്ടെ എന്നേ ആയുള്ളൂ ജസാക്കല്ലാ എന്ന് പറഞ്ഞാൽ. മറിച്ച് ജസാക്കല്ലാഹു ഖൈറ, അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണരൂപം. അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം തരട്ടെ, ഖൈറ നന്മകൾ പ്രതിഫലം തരട്ടെ. സാധാരണ പ്രയോഗമാണ്. പക്ഷേ നമുക്കതിൻ്റെ അർത്ഥം നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ പറയാറുള്ളത്, അത് ചിന്തിച്ചുകൊണ്ടാണോ പറയാറുള്ളത്, അതൊക്കെ വേറെ കാര്യമാണ്. പലപ്പോഴും പല പ്രാർത്ഥനകളും നമ്മൾ അർത്ഥമറിയാതെ പറയുന്നത് പോലെ ചില ആചാര ഉപചാര വാക്കുകൾ മാത്രമായി നമ്മൾ പലതും പറയുകയാണ്. നമ്മൾ നിത്യവും കണ്ടുമുട്ടിയാൽ പറയുന്ന അസ്സലാമു അലൈക്കും പോലും അതിൻ്റെ ഒരർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ടാണോ പലപ്പോഴും നമ്മൾ പറയുന്നത്? അതൊക്കെ ആകലാണ് അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രീതി. അപ്പോൾ നമുക്ക് സഹായം ചെയ്തു തരുന്ന വ്യക്തികൾ ധനം കൊണ്ട് നമ്മെ സഹായിക്കുന്നവരുണ്ടാകും, നമുക്കെന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തു തരുന്നവരുണ്ടാകും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ആരോടെങ്കിലും റെക്കമെൻഡ് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് ഹദിയയായി തന്നിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കഴിയാത്തൊരു കാര്യത്തിന് നമ്മെ കൂടെ വന്നുകൊണ്ട് നടന്നു വന്ന് യാത്ര ചെയ്ത് കൂടെ വന്ന് സഹായിച്ചുകൊണ്ടോ ഒക്കെ പല വിധത്തിൽ ചെറിയ നിലക്കും വലിയ നിലക്കും ഒക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നവരാണ്. അങ്ങനെ നമുക്കൊരാൾ സഹായം ചെയ്തു തന്നാൽ അതിന് നന്ദിയുള്ളവനാകണം. ഏതൊരു ചെറിയതിനും നമ്മൾ നന്ദി കാണിക്കുന്നവരാകണം. എങ്കിലേ നമ്മൾ റബ്ബിനോട് നന്ദിയുള്ളവരാവുകയുള്ളൂ. ഹദീസുകളിൽ കാണാം, മല്ലാ യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർ ലാ യഷ്കുറുല്ലാഹ്, അവൻ അള്ളാഹിനോടും നന്ദി കാണിക്കൂല. അപ്പൊ ജനങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന എന്ത് ഉപകാരമാകട്ടെ അതിനുള്ളൊരു പ്രത്യുപകാരം എന്ന നിലക്ക് അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? സാധിക്കുമെങ്കിൽ അങ്ങോട്ടും എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ്. അത് നമുക്ക് ചില ഹദീസുകളിൽ കാണുവാനും സാധിക്കും. അബൂദാവൂദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും, മൻ സ്വനഅ ഇലൈക്കും മഅറൂഫ, നിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു തന്നാൽ, നോക്കൂ നിങ്ങൾ അടുത്ത വാചകം, ഫകാഫിഊഹു, നിങ്ങൾ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യുവീൻ. ഇങ്ങോട്ടൊരാൾ നമുക്കൊരു ഉപകാരം ചെയ്താൽ പകരം അങ്ങോട്ടും ഉപകാരം ചെയ്യണം എന്നാണ് ആദ്യ പടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പം അത് നമ്മുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനൊക്കെ അനുസരിച്ചിരിക്കും. ചില ആളുകൾ നമുക്ക് ചെയ്തു തന്ന കാര്യത്തിന് തുല്യമായ നിലക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം അങ്ങോട്ട് ഉപകാരം ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റിയേക്കും. എന്നാൽ ചില ആളുകൾക്ക് അതിനൊന്നും സാധിക്കൂല. കാരണം നമുക്ക് ആ ഉപകാരം ചെയ്തു തന്നയാൾ വലിയ സമ്പന്നനായിരിക്കും, അല്ലെങ്കിൽ വലിയ പദവിയും സ്ഥാനവുമൊക്കെയുള്ള ആളുകളായിരിക്കും. അവർക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയതൊന്ന് കൊടുത്താൽ അത് അവർക്കൊരു വളരെ നിസ്സാരമായി അവരെ പരിഹസിക്കുന്നതിന് തുല്യമാകും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം നമുക്ക് പ്രത്യുപകാരം അതേപോലെ ചെയ്യാൻ കഴിയൂല. പ്രത്യുപകാരം അതേപോലെ ചെയ്യാൻ കഴിയാവുന്ന സാഹചര്യവും വ്യക്തികളുമൊക്കെയാണോ, എന്നാൽ നമുക്ക് നൽകിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഉപകാരം അങ്ങോട്ടും ചെയ്തു കൊടുക്കണം എന്നാണ് നബി തങ്ങൾ പറയുന്നത്. അതാണ് മൻ സ്വനാ ഇലൈക്കും മഅറൂഫ, ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ ഫകാഫിഊഹു, കാഫഅ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് അങ്ങോട്ടും ഉപകാരം തിരിച്ച് പ്രത്യുപകാരം ചെയ്തു എന്നാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുവീൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് അങ്ങനെ നമുക്ക് ഉപകാരം ചെയ്ത ആൾക്ക് നമുക്ക് പ്രത്യുപകാരം ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. അവരൊക്കെ വലിയ ആളുകളാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് കൊടുക്കാനാ, അല്ലെങ്കിൽ ഞാൻ കൊടുത്താൽ അതൊക്കെ അവരെ നിന്ദിക്കലാവും, നിസ്സാരപ്പെടുത്തലാകും. എങ്കിൽ നബി തങ്ങൾ പറയാണ്, ഫഇല്ലം തജിദൂ, നിങ്ങൾക്കൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ, അഥവാ ആ വ്യക്തിക്ക് അയാൾ തന്നതുപോലെ പ്രത്യുപകാരം ചെയ്യാൻ നിങ്ങളുടെ അടുക്കൽ ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ, എന്നാലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതെന്താ? ഫഇല്ലം തജിദൂ മാ തുകാഫിഊനഹു ഫദ്ഉ ലഹു, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമൂഹു, അപ്പോൾ ധാരാളം പ്രാർത്ഥിക്കണം.
നിങ്ങൾ അദ്ദേഹത്തോട് പ്രത്യുപകാരം ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നും വരെ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ആ വാചകമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്. അതിൽപ്പെട്ടതാണെന്ത്? അവരോട് പറയാന്ത്? ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് വലിയ പ്രതിഫലം തരട്ടെ എന്ന് പറയുമ്പോൾ വലിയ വിധത്തിലുള്ളൊരു പ്രശംസ അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം? ഒരാൾക്ക് അള്ളാഹ് പ്രതിഫലം കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹു ഒരാൾക്ക് നന്മ കൊടുത്താൽ അതിനേക്കാൾ അപ്പുറഞ്ഞ് എന്താ ഉള്ളത്? ദുന്യാവിലും ആഖിറത്തിലും അയാൾ വിജയിച്ചില്ലേ? അപ്പൊ ആ മനുഷ്യന്റെ ദുന്യവിയായും ഉഖ്റവിയായുമുള്ള വിജയം അടങ്ങുന്ന ഖൈർ ധാരാളം അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. ഈ ഖൈറ എന്ന് പറഞ്ഞാൽ തന്നെയും ധാരാളം നന്മകൾ നായി. ഏത് വിധത്തിലുള്ള നന്മയായി? ദുന്യാവിലെ നന്മയും പെട്ടു, ആഖിറത്തിലെ നന്മയും പെട്ടു, ഒക്കെ പെട്ടു. ജസാക്കല്ലാഹു ഖൈറ, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം ധാരാളം തരട്ടെ എന്ന് പറഞ്ഞാൽ അയാളുടെ ദുആ അത് പൂർണ്ണമായ അർത്ഥത്തിൽ അതൊരു പ്രശംസയുടെ അല്ലെങ്കിൽ പ്രത്യുപകാരത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഉന്നതമായ പദവിയിൽ അത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. കാരണം പാരത്രിക ലോകത്ത് ആ മനുഷ്യന് അനുഭവിക്കാനിരിക്കുന്ന ഏറെ സൗഭാഗ്യങ്ങൾക്ക് ഇത് നിമിത്തമായി മാറുന്നുണ്ടല്ലോ എന്നാണ്. ഇത് പണ്ഡിതന്മാർ കൃത്യമായി തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാലഗ അബ്ലഗ ഫി സനാഇ എന്ന് പറഞ്ഞാൽ ഐ ബാലഗ ഫി അദാഇ ശുക്രിഹി എന്നാണ്. അയാളോട് കാണിക്കേണ്ടുന്ന നന്ദി നിർവഹണത്തിൻ്റെ അങ്ങേയറ്റം അതിലൂടെ എത്തിയിരിക്കുന്നു. നമ്മളൊരു നന്മ ചെയ്തു കൊടുത്താലൊക്കെ ഇപ്പം എന്താ ഉണ്ടാവുക? നേരെ മറിച്ച് വദാലിക എന്താ കാരണം? അന്നഹു ഇഅ്തറഫ ബിത്തഖ്സീരി, ഞാൻ ഒരാളോട് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ സമ്മതിച്ചു. എന്ത്? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ സമ്മതിക്കുകയാണ്, റബ്ബേ എൻ്റെ അടുക്കലൊന്നുമില്ല, ഞാൻ വളരെ നിസ്സാരനാണ്. വഅജ്സിഹി അൻ ജസാഇഹി, ഇയാൾക്കൊന്നും പ്രതിഫലം കൊടുക്കാൻ എന്നെ കൊണ്ട് എന്ത് കഴിയാനാ? ഫഫവ്വള ജസാഅഹു ഇലല്ലാഹ്, അപ്പോൾ അയാൾക്കുള്ള കൂലി അള്ളാഹ് നീ കൊടുക്കണം എന്ന് അള്ളാഹുവിനെ ഈ മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. എന്തിന്? ഏത് പ്രതിഫലം? ലിയജ്സിയഹുൽ ജസാഅൽ ഔഫാ, സമ്പൂർണമായ നിലക്കുള്ള പ്രതിഫലം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. അപ്പൊ ജസാക്കല്ലാഹു ഖൈറ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന വാചകം. അതിൽ വേറൊന്നും കൂട്ടാതെ കുറക്കാതെ ഒക്കെ പറയൽ തന്നെയാണ് നല്ലത്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാചകം എന്നുള്ള നിലക്ക് ഇതിൻ്റെ അത്ര ഒരു പ്രാധാന്യം വേറെ ഒരു വാചകത്തിനും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ജസാക്കല്ലാഹു അഹ്സനൽ ജസാ എന്ന് പറഞ്ഞാലും ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച ഈ വാചകം തന്നെ പറയലാണ് അതിൻ്റെ സമ്പൂർണമായ രീതി. അതാണല്ലോ ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന രീതിയും മാർഗവുമൊക്കെ അതാണല്ലോ മറ്റുള്ള വാചകങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായത്. അപ്പം ഇത് നമ്മൾ അങ്ങനെ പറയണം. അപ്പം ചെറുതോ വലുതോ ആയ ഏത് ഉപകാരം നമുക്കൊരാൾ ചെയ്തു തന്നാലും നമ്മൾ പിശുക്ക് കാണിക്കരുത്. നമുക്ക് ആ കാര്യത്തിലൊക്കെ ഒരു പിശുക്കാണ് പലപ്പോഴും. നേരെ മറിച്ച് ഇവിടെയൊക്കെ അറബ് നാടുകളിലൊക്കെ ഉള്ള അറബ് സഹോദരങ്ങളുടെയൊക്കെ ഒരു സംസാര ഭാഷയിൽ അവരുടെ ഒരു ശൈലിയിൽ ധാരാളം അവർ പരസ്പരം കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കും. അപ്പം നമ്മൾ ആ നിലക്ക് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്കൊരു ഉപകാരം ചെയ്തു തന്ന ആളോട് വളരെ മനസ്സിൽ തട്ടി അദ്ദേഹത്തിന് അള്ളാഹു ഖൈറുകൾ ധാരാളം കൊടുക്കട്ടെ, ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയണം. അത് നമ്മുടെ കടമയാണ്. ഇനി ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ മനസ്സിലാക്കണം. അത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഈ വ്യക്തിക്ക് തന്നെയും ഇങ്ങനെയും പറയാം, വ ഇയ്യാക്കും, നിങ്ങൾക്കും അള്ളാഹു പ്രതിഫലം തരട്ടെ എന്ന് ഇദ്ദേഹത്തിന് പറയാം. അല്ലെങ്കിൽ വ അൻതും ഫജസാകുമുല്ലാഹു ഖൈറ, വ അൻതും ഫജസാകുമുല്ലാഹു ഖൈറ, നിങ്ങൾക്കും ഫജസാകുമുല്ലാഹു ഖൈറ, അള്ളാഹു ധാരാളം പ്രതിഫലം തരട്ടെ എന്നൊക്കെ തിരിച്ചു വേണമെങ്കിൽ പറയാം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് അയാളിൽ നിന്ന് ഒരു നന്ദി വാക്കോ അല്ലെങ്കിൽ അയാൾ എനിക്ക് വേണ്ടി ഒരു ജസാക്കല്ലാഹു ഖൈറെന്ന് പറയണമെന്നോ എന്ന നിലക്കാവാനും പാടില്ല. നമ്മുടെ ആത്മാർത്ഥമായി നമ്മളൊരു കാര്യം നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അയാൾ ഒരു പക്ഷേ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറഞ്ഞു അത് അയാളുടെ കടമയാണ്.
അത് അയാളുടെ കടമയാണ്. ഞാനത് ആഗ്രഹിക്കേണ്ടതില്ല. ഞാൻ തീർച്ചയായും ഞാൻ ഉദ്ദേശം വെക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്. നമുക്ക് സൂറത്തുൽ ഇൻസാനിൽ കാണാൻ സാധിക്കും, അള്ളാഹു പറയുന്നുണ്ടല്ലോ, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. എവിടെ? വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അത് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു പറയണം, അവിടെ എന്താ പറയണ്? ആ മുഅ്മിനീങ്ങൾ വയുത്ഇമൂന അത്അമ, അവർ ഭക്ഷണം നൽകും, അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ എന്നൊരു വ്യാഖ്യാനം. അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണമായിട്ട് അവർ ത്വആമ് കൊടുക്കും. ആർക്കൊക്കെ? മിസ്കീനം വ യതീമം വ അസീറ, അഗതിക്കും അതുപോലെ തന്നെ തടവിലാക്കപ്പെട്ട ബന്ധിക്കും, അതുപോലെ പാവപ്പെട്ടവനും അനാഥക്കും ഒക്കെ അവൻ നൽകുന്നു. എന്നിട്ട് തുടർന്നുകൊണ്ട് പറയുന്നത് എന്താ? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. ജസാഅൻ, വല്ല പ്രത്യുപകാരവും വല്ല പ്രതിഫലവും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് വല്ല നന്ദി പ്രകടനങ്ങളും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ കടമയാണ്. ആ വ്യക്തി അതല്ല ഉദ്ദേശിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താ? നമ്മളിൽ നിന്ന് ഉപകാരം സ്വീകരിക്കുന്ന ആൾ നമ്മളെ കാണുമ്പോൾ റെസ്പെക്റ്റ് ചെയ്യണമെന്നോ ബഹുമാനിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ഞാൻ അയാളുടെ മേലെയാണെന്നോ എന്നൊന്നും ഒരു ധാരണ എനിക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ചെയ്യുന്നത് എന്തിനാ? ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, അത്യുന്നതനായ തൻ്റെ യജമാനനായ റബ്ബിൻ്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ഏതായാലും നമുക്ക് വേണ്ടി ഉപകാരം ചെയ്തവരോട് നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന ഒരു ദുആയുടെ, ആ ദുആഇൻ്റെ മര്യാദയാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയാണിപ്പോൾ ഈ ഹദീസിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഹദീസ്. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا تدعوا ولا أنفسكم ولا تدعوا ولا أولادكم ولا تدعوا ولا أموالكم لا توافقوا من الله ساعة يسأل فيها عطاء فيستجيب لكم. റവാഹു മുസ്ലിം. വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു പ്രസിദ്ധനായ സഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ലാ തദഉ, നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുതേ. ദഅ യദഉ, ലാ തദഉ, നിങ്ങൾ ദുആ ചെയ്യരുതേ. അലാ അലാ അൻഫുസിക്കും, നിങ്ങളുടെ ദേഹങ്ങൾക്കെതിരെ, നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുതേ. വലാ തദഉ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുതേ. അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്ക് എതിരായി. വലാ തദഉ, നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യരുതേ. അലാ അംവാലിക്കും, നിങ്ങളുടെ സ്വത്തിനെതിരായി, നിങ്ങളുടെ സമ്പത്തുക്കൾക്കെതിരായും നിങ്ങൾ പ്രാർത്ഥിക്കരുതേ. കാരണം ലാ തുവാഫിഖൂ, നിങ്ങൾ യോജിച്ചു വരാൻ ഇടയാക്കരുത്. മിനല്ലാ, അല്ലാഹുവിൽ നിന്ന് സാഅത്തൻ, അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയവുമായി നിങ്ങളുടെ പ്രാർത്ഥന അങ്ങ് യോജിച്ചു വന്നാൽ, അങ്ങനെ യോജിക്കാൻ ഇടയായാൽ, യുസ്അലു ഫീഹാ, ആ സമയത്ത് നിങ്ങൾ ചോദിക്കപ്പെടുക, ആ സമയത്ത് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നു, അതാഅൻ, വല്ല കാര്യവും നിങ്ങൾ ചോദിക്കുമ്പോൾ, ഫയസ്തജീബ ലക്കും, നിങ്ങൾക്ക് അവൻ ഉടനടി ഉത്തരം തരും. അല്ലാഹു ഉടനടി ഉത്തരം തരുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയവും നമ്മളുടെ ഈ ചോദ്യവും കൂടി കണ്ട് ഒത്തു വന്നാൽ ഉടനടി ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങളുടെ ആ ദേഷ്യക്കാണ് പോകും അവിടെ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നന്മക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കാവൂ. ആർക്കും എതിരെ, സ്വന്തത്തിനെതിരെ, മക്കൾക്കെതിരെ, സമ്പത്തിനെതിരെ പ്രാർത്ഥിച്ചു പോകരുത്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ദേഷ്യം പിടിച്ചിട്ട് പ്രാർത്ഥിക്കും.
തനിക്കെതിരെ തന്നെ പ്രാർത്ഥിക്കും, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കും, സമ്പത്തുക്കൾക്കെതിരെ പ്രാർത്ഥിക്കും. ഒന്നും പാടില്ലാത്ത കാര്യമാണ്. മനുഷ്യനെ അങ്ങനെ അവൻ നിയന്ത്രിക്കണം. അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. പക്ഷേ മനുഷ്യരിൽ കാണുന്ന ഈ ഒരു സ്വഭാവം, അതൊരു മനുഷ്യപ്രകൃതം എന്ന നിലക്ക് പലരിൽ നിന്നും വന്നു പോകുന്നത് അതവൻ മനസ്സിൽ തട്ടിയിട്ടൊന്നുമല്ല, അവൻ്റെ ദേഷ്യം കൊണ്ടാണ് പറഞ്ഞു പോകുന്നതാണ് എന്ന ഒരു എക്സ്ക്യൂസ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിലപ്പോൾ ഒക്കെ കിട്ടിയെന്ന് വരും. അള്ളാഹ് ചെയ്യുന്നൊരു കാരുണ്യാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് യൂനുസിലെ 11-ാമത്തെ ആയത്ത്, വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിഅജാലഹും ബിൽ ഖൈരി ലഖുദിയ ഇലൈഹിം അജലുഹും ഫനദറുൽ ലദീന ലാ യർജൂന ലിഖാഅനാ ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയാണ്, വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി, ജനങ്ങൾക്കെങ്ങാനും അള്ളാഹു ധൃതി കൂട്ടിയിരുന്നുവെങ്കിൽ, അശ്ശറ, തിന്മയെ റബ്ബങ്ങ് തിരക്ക് കൂട്ടി കൊടുത്തിരുന്നുവെങ്കിൽ, ഇസ്തിഅജാലഹും ബിൽ ഖൈരി, നന്മക്ക് വേണ്ടി അവർ ചോദിക്കുമ്പോൾ റബ്ബ് അവർക്ക് ഉത്തരം കൊടുക്കും പോലെ അവർ ഷർറിന് വേണ്ടി തേടുമ്പോൾ ആ തേട്ടം ഉടനെ അങ്ങ് കബൂലാക്കിക്കൊണ്ട് ആ ഷർറങ്ങ് റബ്ബ് കൊടുത്തിരുന്നുവെങ്കിൽ, ലഖുദിയ ഇലൈഹിം അജലുഹും, അവരുടെ അവധി തന്നെയാണ് തീർന്നു പോകുമായിരുന്നു. എല്ലാം നശിക്കും, അത് അവരുടെ നാശത്തിനാണ്. ഫനദറുൽ ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കാത്ത ആളുകളെ അവരുടെ പാട്ടിന് നമ്മൾ അഴിച്ചു വിടുകയാണ്. എന്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, അള്ളാഹു നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവൻ്റെ ഔദാര്യമാണ്, വാത്സല്യമാണ്. എന്ത്? അന്നഹു ലാ യസ്തജീബു ലഹും, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഉത്തരം കൊടുക്കൂല. അത് അള്ളാഹ് ചെയ്യുന്നൊരു കാരുണ്യാണ്. ഉത്തരം കൊടുക്കാതിരിക്കലൊരു കാരുണ്യ. ഏത് ചോദ്യത്തിന് ശ്രദ്ധിക്കണം. ഇദാ ദഉ അലാ അൻഫുസിഹിം, അവൻ്റെ അടിമകൾ അവർക്കെതിരെ വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ, ഔ അംവാലിഹിം, അവരുടെ സമ്പത്തിനെതിരെ വല്ലപ്പോഴും പ്രാർത്ഥിച്ചാൽ, ഔ ഔലാദിഹിം, അല്ലെങ്കിൽ അവരുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുമ്പോൾ, ഫീ ഹാലി ളജ്രിഹിം വഗളബിഹിം, അവർക്ക് ദേഷ്യം പിടിക്കുന്ന നേരത്ത്, ഞാനങ്ങ് നശിച്ചു പോയാൽ മതിയായിരുന്നു, എനിക്ക് ഇവിടുന്ന് അങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ, എൻ്റെ ജീവനൊന്ന് പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു, എനിക്ക് മടുത്തു, എൻ്റെ ഇവിടുത്തെ ഈ ജീവിതം ഇനി വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി വേണ്ട, എന്ത് ജോലിയാണ് എനിക്കിത്, എനിക്കിഞ്ഞി ജോലി വേണ്ട, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇനി എനിക്ക് താമസിക്കണ്ട, അല്ലെങ്കിൽ എനിക്കിഞ്ഞി മക്കളെ കാണണ്ട, അല്ലെങ്കിൽ എനിക്കെൻ്റെ ഭാര്യയെ കാണണ്ട എന്നിങ്ങനെ തനിക്കെതിരെ, തൻ്റെ കാര്യത്തിൽ എതിരെ പ്രാർത്ഥിക്കുന്നു ദേഷ്യം പിടിച്ചിട്ട്. അതേപോലെ തന്നെ മക്കളിൽ നിന്ന് വല്ല കുരുത്തക്കേടുകളും കാണുമ്പോൾ, മക്കളിൽ നിന്ന് വല്ല പ്രയാസങ്ങളും കാണുമ്പോൾ അവർക്കെതിരെ, എടാ നീ തൊലഞ്ഞു പോട്ടെ, നീ നശിച്ചു പോട്ടെ, നീ അങ്ങനെയാവട്ടെ, നീ ഇങ്ങനെയാവട്ടെ, നിനക്ക് ആ സുഖം വരട്ടെ, നീ ഇങ്ങനെ തകരട്ടെ, നീ നന്നാവൂല, നീ ആകെ നശിച്ചു പോകും, അങ്ങനെ നശിച്ചു പോകട്ടെ തുടങ്ങിയ വാക്കുകളൊക്കെ ദേഷ്യം പിടിച്ചു പറയുമ്പോൾ, അതുപോലെ തന്നെ സ്വത്തിനെതിരെ, സമ്പത്തിനെതിരെ, ഇതൊക്കെയാണ് നശിച്ചോട്ടെ, എന്തിനാ ഞാനിങ്ങനെ ഇതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ ദേഷ്യം വരുമ്പോൾ മനുഷ്യന്മാർ അവനവൻ്റെ സ്വത്തിനെതിരെ, തനിക്കെതിരെ, മക്കൾക്കെതിരെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് എങ്ങാനും അതിനങ്ങ് ഉത്തരം കൊടുത്തിരുന്നുവെങ്കിൽ, അള്ളാഹ് അങ്ങനെ കൊടുക്കൂല. കാരണം എന്താ അങ്ങനെ അള്ളാഹ് കൊടുക്കാത്തത്? വഅന്നഹു അല്ലാഹു യഅലമു മിൻഹും അദ്മൽ ഖസ്ദി ബിശ്ശർരി ലാ ഇറാദതി ദാലിക ഫലിഹാദാ ലാ യസ്തജീബു ലഹും. നോക്കണം നിങ്ങൾ അള്ളാഹിൻ്റെ ഒരു കാരുണ്യം. അള്ളാഹ്ക്കറിയാം എൻ്റെ ഈ അടിമ ഇപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും മനസ്സിൽ തട്ടിയ പറച്ചിലല്ല, അതൊന്നും മനസ്സറിഞ്ഞ് പറയുകയല്ല. ദേഷ്യം വന്നപ്പോൾ, വിഷമം വന്നപ്പോൾ, സങ്കടം വന്നപ്പാണ്ട് പറയാണ്. കുറച്ച് കഴിയുമ്പോൾ മനസ്താപം തോന്നും എൻ്റെ അടിമക്ക് എന്ന് റബ്ബിനറിയാം. അതുകൊണ്ട് നമ്മളോടുള്ള അളവറ്റ കാരുണ്യത്തിൻ്റെയും നമ്മളോടുള്ള അളവറ്റ വാത്സല്യത്തിൻ്റെയും പേരിൽ റഹ്മാനായ റബ്ബ് പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് വെറുത്ത് പലതും പറഞ്ഞു പോയാലും റബ്ബ് പെട്ടെന്നൊന്നും അതിന് ആക്ഷൻ എടുക്കൂല. ഏതുപോലെ ആക്ഷൻ എടുക്കൂല?
നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബ് പെട്ടെന്ന് ഉത്തരം തരുന്നത് പോലെ എതിരെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നൊന്നും അള്ളാഹ് അങ്ങ് ഉത്തരം ചെയ്യൂല. അത് അള്ളാഹ് ചെയ്യുന്നൊരു കാരുണ്യാണ്. അതേ അവസരത്തിൽ അതിൻ്റെ ഈ മറുവശം നമ്മൾ ചിന്തിക്കും വേണം. എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് എപ്പോഴും അങ്ങനെ കാരുണ്യം കാണിച്ചോളണമെന്നില്ല. ഇതൊരു പതിവാക്കി മാറ്റിയാലോ പേടിക്കണം. ഇതൊരു പതിവാക്കി മാറ്റരുത്. എപ്പോഴെങ്കിലൊക്കെ മനുഷ്യൻ അങ്ങനെ അവൻ്റെ കോപം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. പക്ഷെ അതൊരു ശീലമാക്കി മാറ്റരുത്. അതൊരു ശീലമാക്കാൻ പാടില്ല. അതാണ് ഈ ഹദീസിൽ പറയുന്നത്. എന്താ കാരണം? അങ്ങനെ ശീലാക്കിയാൽ, അതൊരു ശീലമായി എടുത്താൽ, ലാ തദുഉ വലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ ദുആ ചെയ്യരുത്. വലാ തദുഉ, നിങ്ങൾ ദുആ ചെയ്യരുത്. അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ. വലാ തദുഉ വലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരെയും നിങ്ങൾ ദുആ ചെയ്യരുത്. എന്താ കാരണം? ലാ തുവാഫിഖൂ, നിങ്ങൾ യോജിപ്പിക്കരുത്. മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ എന്ന സാഴത്തൻ ഒരു നേരമുണ്ട്, റബ്ബിൻ്റെ അടുക്കൽ ഒരു സമയമുണ്ട്. ആ സമയത്തോട് നിങ്ങൾ യോജിപ്പിക്കരുത്. യസ്അലു ഫീഹാ, അതിൽ ചോദിക്കപ്പെടുന്നു. അതാഅൻ, എന്തെങ്കിലും ഒരു കാര്യം, അതാ, റബ്ബിൻ്റെ ഒരു ദാനം, റബ്ബിൻ്റെ ഒരു ദാനം ചോദിച്ചാൽ ഉടനെയാണ് കിട്ടുന്ന സമയങ്ങളുണ്ട്. ആ സമയവും നിന്റെ തേട്ടവും കൂടിയാണ് വന്നാലുണ്ടല്ലോ, ഫയസ്തജീബു ലക്കും, അപ്പം നിങ്ങൾക്ക് ഉത്തരാണ് കിട്ടും. അപ്പോൾ കളിയാണ് മാറുന്നു. മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ. ഖൈറിന് തേടും പോലെ മനുഷ്യൻ ഷെറിനും തേടുന്നതാണ്. അത് മനുഷ്യൻ്റെ അന്തമില്ലായ്മയാണത്. മനുഷ്യനൊരു തിരക്ക് പിടിക്കുന്ന സ്വഭാവക്കാരനാണ്, ക്ഷമയില്ലാത്തവനാണ് മനുഷ്യൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലും ഇക്കാര്യം പറയുന്നുണ്ട്. വയദുഉൽ ഇൻസാനു ബിശ്ശർരി ദുആഅഹു ബിൽ ഖൈർ വകാനൽ ഇൻസാനു അജൂലാ. അവിടെയും വളരെ കൃത്യമാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വയദുഉൽ ഇൻസാനു, മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ബിശ്ശർരി, ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കും മനുഷ്യന്മാർ. ദുആഅഹു ബിൽ ഖൈരി, ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഷെറിന് വേണ്ടി തേടുന്നവരുണ്ട്. എന്താ കാരണം? വക്കാനൽ ഇൻസാനു അജൂലാൻ, മനുഷ്യന് ഭയങ്കര ഒരു ക്ഷിപ്രകോപിയാണ്, മുൻകോപിയാണ്, തിരക്ക് കൂട്ടുന്നവനാണ്, ധൃതിപ്പെടുന്നവനാണ്. അവനൊരു ശാന്തമായ സ്വഭാവമില്ല, ഒരു ക്ഷമ കാണിക്കൂല, അവധാനതയില്ല. ഇതൊക്കെ മനുഷ്യൻ്റെ ചിന്തയില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഈ രൂപത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, മറ്റൊരു ഹദീസും കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തദഉ വലാ അൻഫുസികും ഇല്ലാ ബിഖൈരിൻ, നിങ്ങൾക്കെതിരെ നിങ്ങൾ ഖൈറ് കൊണ്ടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഖൈറിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാവൂ. കാരണം എന്താ അറിയോ? ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന, നിങ്ങൾ പറയുന്ന പ്രാർത്ഥനക്ക്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് ചെയ്യരുത്. നമ്മൾ മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയണത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മലക്കുകൾ ആമീൻ പറയുന്നു. അതുകൊണ്ട് അതൊക്കെയാണ് യോജിച്ചാണ് വന്നാൽ നിങ്ങളുടെ ദുആയും എല്ലാം കൂടിയാണ്ട് ഒരുമിച്ചാണ് ചേരും. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള ക്ഷിപ്രകോപം കാരണത്താൽ, മുൻകോപം കാരണത്താൽ ചോദിച്ചതൊക്കെ പിന്നെ വേണ്ടിയിരുന്നില്ല എന്നാകും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ നിലക്ക് ദുആയുടെ ഈ കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലക്ക്, അർഹമായ നിലക്ക്, യുക്തിതമായ നിലക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിൽ വിലക്കിയിട്ടുള്ള ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുകയും ചെയ്യുക. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.